ഹലോ, ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. മുറ്റത്ത് രണ്ടുപേരെ കാണുന്നുണ്ടോ? ഒരാളത് അവിടെ കമ്പീൻ്റെ അവിടെ, ഒരാളത് അവിടെ. രാജിമോളെ മക്കളാട്ടോ. ശശിലേച്ചിൻ്റെ മോളാണ് രാജിമോള്. അപ്പോൾ സ്കൂളിന് കുറച്ച് അവധി ഉണ്ടല്ലോ. പിന്നെ രാജിമോൾക്ക് ഒരു ചെറിയ ചെവിവേദനയുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ ഭാഗം നോക്കിക്കേ. ഇപ്പം കൂടുതലും പിങ്ക് കളറല്ല കാണാനുള്ളത്. ഒരു സമയം ഇവിടെ ഫുള്ള് ഗ്രീൻ വെറൈറ്റികളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ അതാ അതുപോലെ പിങ്ക് ഇഷ്ടം പോലെ ഉണ്ട്. സിംഗിൾ വേണ്ടവർക്കും അല്ലാതുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട് കേട്ടോ. ഗ്രീനൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ശശികലേച്ചി ഇവിടെ ഇല്ലായിരുന്നു. ചേച്ചി അവിൽ മിൽക്ക് വാങ്ങാൻ വേണ്ടി പോയതേനി. മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ചേച്ചി ഇവിടെ എത്തി. ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഇന്ന്. കുറച്ച് കല്ലൊക്കെ പെറുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഉരുളങ്കല്ല്. അപ്പോൾ അത് രാജിമോൾ വന്നപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്കതൊന്ന് പെറുക്കാൻ പോകണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിലെ ആകെ ഇങ്ങനെ 1-2 ബസ്സൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ചൊരു ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുഴയിൽ പോകാൻ. അപ്പം വലിയ ആളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തെ ചെറിയ ആളെ മുഖമൊക്കെ മാറി. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട്. ഇപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കാനുള്ളവർ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യണം. അല്ലാതെയുള്ള കമൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഒരാളൊരു കമൻറ്റൊക്കെ ഇട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഈ കലാ ഫാഷനിലുള്ള ഉടായിപ്പാന്നൊക്കെ പറഞ്ഞ്. എന്ത് ഉടായിപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എത്രയോ കാലങ്ങളായിട്ട് ചെടികളൊക്കെ കൊടുക്കുന്ന ആളാണ്. ഞാനൊക്കെ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ചെടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ചേച്ചി എത്രയോ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ദിവസം വൈകിയതുകൊണ്ട് അങ്ങനെ എന്തോ ആണ് പറയുന്നത്, ചെടി ഡിലേ ആയി എന്നൊക്കെ. പക്ഷേ ഡിലേ ആയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. DTDCയിൽ 2 ദിവസം ചിലപ്പോൾ 3 ദിവസം അത്രേ വരുള്ളൂ ഡിലേ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരുപാട് ചെടികൾ അയക്കുന്നതാണ്. അപ്പോൾ ട്രാക്ക് ഐഡിയയിൽ നിങ്ങളൊന്ന് നോക്കണം. അല്ലെങ്കിൽ DTDCയിലൊന്ന് വിളിച്ച് ചോദിക്കുക ചെടി എവിടെ എത്തിയെന്ന് ഒന്ന് അന്വേഷിക്കണം. ആരെയും പരാതി പറയുന്നില്ല ആരെയും. എന്നാലും നിങ്ങളും കൂടി ഒന്ന് നോക്കണം. നമ്മൾ ആ സ്ലിപ്പ് ഇട്ട് തരുമ്പോൾ ചെടി എവിടെ എത്തിയെന്നൊക്കെ. നിങ്ങൾക്കാകുമ്പോൾ ഒരു ചെടി ഒരാളുടെ മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് സുമച്ചേച്ചി ഉണ്ട് കേട്ടോ പോരാൻ. അപ്പം എന്തായാലും അധികം ഇരുടാവുന്നതിന് മുമ്പ് പോവുകയും വേണം. ഇപ്പോൾ പെട്ടെന്ന് ഇരുടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിതാ 2 വണ്ടിയിലായിട്ട് പോവാം. വണ്ടിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും എല്ലാവരും കൂടി പോകുമ്പോൾ മക്കളൊക്കെ ആയിട്ട് പോകാമല്ലോ. അപ്പോൾ ഇതാ രാജിമോളും ചെറിയ മോനും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവർ ചെറിയ ആൾ കരയാനൊക്കെ തുടങ്ങി. അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി പോവാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി. ഇത് കല്ലൊക്കെ വാരി താഴെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. കാരണം നല്ല വെയിറ്റ് ആയിരിക്കും. ആ മണലെടുത്തപ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾ വണ്ടി ആണുങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് കുറച്ച് ഇറക്കി കയറ്റി കൊണ്ടുപോകാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതാ ഞങ്ങളെ പുഴയൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. പിന്നെ അതാ കുറച്ച് ഇങ്ങനത്തെ ഈ പുല്ല് കണ്ടോ, അടിപൊളി. മക്കളൊക്കെ അതാ പുഴയിൽ വന്ന് നല്ല അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുക കേട്ടോ. ഒരാൾ വെള്ളത്തിലൊന്ന് ഇറങ്ങി, അതിന് ശേഷം പിന്നെയും കയറി വന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഇഷ്ടം പോലെ കല്ലുകളുണ്ട് കേട്ടോ, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള. പക്ഷെ നമുക്കൊരു ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കല്ലൊന്നും പോരാ, ഒരുപാട് വേണം. നമ്മളിപ്പോൾ ചാക്കിലൊക്കെ ആക്കി കാണുമ്പോൾ ആയിരിക്കും ഇത് കുറേ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഒരു ഏരിയയിലേക്ക് പോലും അത് ഉണ്ടാവില്ല, കുറച്ച് അധികം വേണം കല്ല്. എന്തായാലും ഞങ്ങളിവിടെ പെറുക്കി വെക്കാം. വലിയ വേറെ വണ്ടി വന്നിട്ട് എടുത്തുകൊണ്ടാവുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പം ഇത് കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് അത്തിപ്പാറയ്ക്ക് പോകുന്നൊരു വഴിയിൽ. പിന്നെ ഇതൊരു മലയോര മേഖലയാണ്. ഇവിടെ ഇഷ്ടംപോലെ കാണാനുള്ള നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലാണ് തുരങ്കപാതയും ഒക്കെ വരുന്നത്. അപ്പം ഇവിടെ അല്ലാതെ അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ ഉണ്ട്. കക്കാടംപൊയിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് രണ്ടെണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. നെറ്റിലൊക്കെ അടിച്ച് നോക്കി ഞങ്ങൾക്ക് കക്കാടംപൊയിലൊക്കെ ഉള്ള അമ്യൂസ്മെൻ്റൊക്കെ അടിച്ചാൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചെടി എടുക്കാൻ വരുന്നവർക്ക് ചെടിയും എടുക്കാം. ഇങ്ങനെയുള്ള പാർക്കിലും അല്ലാതെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട്, അവിടെ കാണുകയും ചെയ്യാം. അപ്പം ഞങ്ങൾ കല്ലുവാരിലൊക്കെ നിർത്താനായപ്പോഴത്തേക്ക് ഇത് അവിടെ ഓരോരുത്തർ കല്ല് പെറുക്കൽ തുടങ്ങിയിട്ടോ. പോവുകയെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇതാ അവരും കൂടി പെറുക്കുക കല്ലൊക്കെ. അപ്പോൾ അതാ കുറച്ചുകൂടി ഇവിടെ നിൽക്കാമല്ലോ പുഴയിൽ. ആർക്കും ഇഷ്ടമൊന്നുമില്ല പുഴയിൽ നിന്ന് കയറി പോരാനൊന്നും. കണ്ടില്ലേ, എന്താ അറിയില്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയ്ക്കൊക്കെ കുറവാണ്. അതുകൊണ്ട് പിന്നെ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞു കിട്ടോ. ഇപ്പോൾ തീരെ വെള്ളമില്ല, കണ്ടില്ലേ. ഈ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി ആകെ ഇത്ര വെള്ളമേ ഉള്ളൂ.
ഇപ്പം വെള്ളമുള്ളൊരു സമയമാണെങ്കിലൊന്നും നമുക്ക് പുഴയിൽ ഇങ്ങനെ വരാനും ഇറങ്ങാനും ഒന്നും പറ്റൂല. അക്കിക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തന്നെ തോന്നുന്നില്ല. അതങ്ങനെ അതിലിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. പോരാനായിന്ന് കണ്ടതോടുകൂടി ഞങ്ങൾ കളിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാ അവിടെ സുമ കുറച്ച് വിറകുമൊക്കെ വാരി വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് പോവുക. എന്തായാലും എല്ലാവരും ഞങ്ങൾ കരയ്ക്കൊക്കെ കയറ്റി. തീരെ ഇഷ്ടമില്ല കയറി പോരാനൊന്നും ആർക്കും. എങ്ങനെ കയറിപ്പോരും കണ്ടില്ല, സ്ഥലം ഇതുപോലെയുള്ള പുഴയൊക്കെ അല്ലേ. അപ്പോൾ അതാ ഇരുടായി വരുന്നുണ്ട്. അപ്പം കിട്ടിയ വിറകൊക്കെ ആയിട്ട് സുമ അതാ കയറുന്ന. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ കുറച്ച് പെറുക്കി വെച്ച്, ഇനി വേറെ വണ്ടിക്കാർ വന്നിട്ട് ആ കല്ലൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അത് അതുപോലത്തെ വഴിയല്ല, അപ്പം നമുക്ക് അങ്ങനെ വണ്ടി കറക്കാൻ നല്ല പാടാണ്. അപ്പം ഞങ്ങളിതാ തിരിച്ചെത്തി. കുറേ കുട്ടികൾക്ക് അതാ അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇങ്ങേ സൈഡിലാണെങ്കിൽ പാർട്ടിക്കാരൊക്കെ തോരണങ്ങൾ തൂക്കലും അങ്ങനെ ഓരോ ജോറായ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുണ്ടല്ലേ നല്ല കനണ്ട് ഈ ഒരു കുഞ്ഞ് ബക്കറ്റിൽ തന്നെ ആയിട്ട്. അപ്പോൾ എങ്ങനെ ഞങ്ങൾ വേറെ എടുത്തുകൊണ്ട് പോരും. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.